നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കെഎസ്ആർടിസിയിൽ പുതിയ ഡ്യൂട്ടി പാറ്റേൺ ഇന്ന് അർദ്ധരാത്രി മുതൽ. ടിഡിഎഫിന്റെ സ്റ്റേ അഭ്യർത്ഥന ഹൈക്കോടതി തള്ളി. ഇൻഫർമേഷൻ സെന്ററുകൾ കെഎസ്ആർടിസി നിർത്തലാക്കുന്നു. ശമ്പളവും പെൻഷനും മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ടിഡിഎഫ് പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. വയനാട്ടിൽ 2 വൻകിട എസ്റ്റേറ്റുകളുടെ അനധികൃത കൈവശ ഭൂമി വനംവകുപ്പ് പിടിച്ചെടുത്തത് ഇരുളം പാമ്പ്ര എസ്റ്റേറ്റ്, മേപ്പാടി പോളാർ പ്ലാന്റേഷനുകൾ കൈവശം വെച്ച ഭൂമി. മാനന്തവാടി പയ്യമ്പള്ളിയിൽ കാനറ ബാങ്ക് എടിഎമ്മിൽ കവർച്ചാശ്രമം. പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ബാങ്ക് അധികൃതർ. ബത്തേരിയിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് മാതമംഗലത്തെ ഗോവിന്ദൻ. കൃഷിവകുപ്പിന്റെ ആനുകൂല്യങ്ങൾ ഇനി വിള ഇൻഷുറൻസ് പദ്ധതി അംഗങ്ങൾക്ക് മാത്രം. ജൂലൈ 1 വിള ഇൻഷുറൻസ് ദിനം. മേപ്പാടി കുന്നംപറ്റ ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ താവളം. അവശ്യ സാധനങ്ങൾക്ക് തീവില നിയന്ത്രിക്കാൻ നടപടികളില്ല. വാർത്തകൾ വിശദമായി. കെഎസ്ആർടിസിയിൽ ഒറ്റ ഡ്യൂട്ടി സമ്പ്രദായം ഇന്ന് അർദ്ധരാത്രി മുതൽ. ഡ്യൂട്ടി പുനഃക്രമീകരണത്തിനെതിരെ ജീവനക്കാർ നൽകിയ ഹർജിയിൽ സ്റ്റേ ഇല്ല. പുനഃക്രമീകരണത്തിന് കോടതിയുടെ പച്ചക്കൊടി. ശമ്പളവും പെൻഷനും മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ടിഡിഎഫ് ജീവനക്കാരുടെ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. സംസ്ഥാന വ്യാപകമായി കെഎസ്ആർടിസി ഇൻഫർമേഷൻ സെന്ററുകൾ നിർത്തലാക്കുന്നു. കെഎസ്ആർടിസിയിലെ കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും ഒറ്റ ഡ്യൂട്ടി സമ്പ്രദായം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ഇനി മുതൽ 6.5 മണിക്കൂർ ജോലി ഒറ്റ ഡ്യൂട്ടിയായും 10 മണിക്കൂർ വരെ ഡ്യൂട്ടി 1.5 ഡ്യൂട്ടിയായും 13 മണിക്കൂർ വരെ ഇരട്ടിയായും പരിഗണിക്കും. കളക്ഷൻ വർധനവുള്ള സർവീസുകളെ ഒറ്റ ഡ്യൂട്ടി പരിഷ്കാരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വരുമാനം വർദ്ധിപ്പിച്ചാൽ നിയന്ത്രണം ഒഴിവാകും. ഡ്യൂട്ടി പരിഷ്കരണ നിബന്ധനകൾക്കെതിരെ യുഡിഎഫ് അനുകൂല സംഘടനയായ ടിഡിഎഫ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ടിഡിഎഫിന്റെ ആവശ്യം നിരാകരിച്ചു. പരിഷ്കരണം നടപ്പാക്കാൻ ഗവൺമെന്റിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിനിടെ പെൻഷനും ശമ്പളവും തുടർച്ചയായി മുടങ്ങുന്നതിനെതിരെ ടിഡിഎഫ് ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കും. നാളെ അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. സംസ്ഥാന വ്യാപകമായി ഇൻഫർമേഷൻ സെന്ററുകൾ നിർത്തലാക്കാനും കെഎസ്ആർടിസി തീരുമാനിച്ചു. വയനാട്ടിൽ മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ ബസ് സ്റ്റാൻഡുകളിലെ കെഎസ്ആർടിസി ഇൻഫർമേഷൻ കേന്ദ്രങ്ങൾ പൂട്ടിപ്പോകും. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനാണ് നടപടി. സ്വന്തം ഡിപ്പോകളിൽ മാത്രം സെന്ററുകൾ തുടരാനാണ് തീരുമാനം. ഇൻഫർമേഷൻ സെന്ററുകൾ നിർത്തലാക്കാനുള്ള തീരുമാനം യാത്രക്കാരെ ഗുരുതരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. വയനാട്ടിൽ 2 വൻകിട എസ്റ്റേറ്റുകളുടെ 388 ഏക്കർ അനധികൃത കയ്യേറ്റ ഭൂമി വനംവകുപ്പ് ഏറ്റെടുത്തു. പുൽപ്പള്ളി ഇരുളം പാമ്പ്ര എസ്റ്റേറ്റിലെ 216 ഏക്കർ ഭൂമിയും മേപ്പാടി പോളാർ പ്ലാന്റേഷൻ അനധികൃതമായി കൈവശം വെച്ചിരുന്ന 172 ഏക്കർ ഭൂമിയുമാണ് ഏറ്റെടുത്തത്. നടപടി 1971 പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് നിയമപ്രകാരം. 2 എസ്റ്റേറ്റുകളും രേഖയിലുള്ളതിനേക്കാൾ ഏക്കർ കണക്കിന് ഭൂമി വർഷങ്ങളായി അനധികൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു വരികയായിരുന്നു. മൂപ്പൈനാട് പഞ്ചായത്തിലെ കോട്ടപ്പടി വില്ലേജ് പരിധിയിലാണ് പോളാർ പ്ലാന്റേഷൻസ്. പാമ്പ്ര എസ്റ്റേറ്റ് ഉടമകൾക്കും പോളാർ പ്ലാന്റേഷൻസിനും രേഖാപരമായി അവകാശപ്പെട്ടതിനേക്കാൾ അധികം വരുന്ന ഭൂമി വിശദമായ സർവേ നടത്തിയാണ് വനം വകുപ്പിലേക്ക് ചേർത്തത്. സൗത്ത് വയനാട് ഡിഎഫ്ഒ ധനേഷ് കുമാർ 2012 നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അനധികൃത കൈവശ ഭൂമി പിടിച്ചെടുത്തത്. HML അടക്കം പ്ലാന്റേഷനുകൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കുന്നതിന് നടപടി പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. മാനന്തവാടി പയ്യമ്പള്ളിയിൽ കാനറ ബാങ്കിന്റെ എടിഎം കൌണ്ടർ കുത്തിപ്പൊളിച്ച് മോഷണശ്രമം. ഇന്നലെ രാത്രിയാണ് എടിഎം മെഷീനിന്റെ മുൻഭാഗം തകർത്ത് മോഷണശ്രമം നടന്നത്. പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ബാങ്ക് അധികൃതർ. കഴിഞ്ഞ വർഷവും ഈ എടിഎമ്മിൽ മോഷണശ്രമമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മോഷണശ്രമം നടന്നപ്പോൾ എടിഎം കൌണ്ടറിലെ CCTVയിൽ ചിത്രം പതിഞ്ഞെങ്കിലും പ്രതികളെ പിടിച്ചിട്ടില്ല. നിലവിൽ ഈ എടിഎമ്മിൽ വാച്ച്മാനില്ല. ഇന്നലെ രാവിലെ കൌണ്ടർ ശുചീകരിക്കാനെത്തിയ ജീവനക്കാരനാണ് മോഷണശ്രമം കണ്ടത്. ഉടൻ ഇദ്ദേഹം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഗ്രാമീണ മേഖലയിൽ ആൾത്തിരക്കില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള പ്രസ്തുത എടിഎം കൌണ്ടർ അവിടെ നിന്നും മാറ്റണമെന്ന് പ്രദേശവാസികൾ നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും ബന്ധപ്പെട്ടവർ പരിഗണിച്ചില്ലെന്നും പരാതിയുണ്ട്. എടിഎം കൌണ്ടർ സ്ഥാപിച്ച കെട്ടിടത്തിന്റെ പിൻവശത്ത് ആളുകൾ കൂടി നിന്നതിന്റെ പാടുകളുണ്ട്. 1ൽ കൂടുതൽ പേർ ചേർന്നാണ് മോഷണശ്രമം നടത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
മുമ്പ് ഇവിടെ ഒരു കൊല്ലമായെന്ന് എനിക്ക് തോന്നുന്നത്. പൊളിച്ചിരുന്നത് ക്യാഷ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. കീഴടങ്ങിയാലും മാവോയിസ്റ്റുകൾക്കെതിരെ കേരള പോലീസ് നടപടി തുടരും. കർണാടകയിൽ കീഴടങ്ങിയ കന്യാകുമാരിക്കെതിരായ കേസുകൾ പിൻവലിക്കില്ലെന്ന് കേരള പോലീസ് വ്യക്തമാക്കി. കന്യാകുമാരിയെ 5-അംഗ കേരള പോലീസ് സംഘം ബംഗളൂരുവിൽ ചോദ്യം ചെയ്തു. കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത് നിരാശയും കുടുംബജീവിതം നയിക്കാനുള്ള ആഗ്രഹവുമെന്ന് കന്യാകുമാരി. കന്യാകുമാരിക്കെതിരെ വയനാട്ടിൽ വെള്ളമുണ്ട, മേപ്പാടി പോലീസ് സ്റ്റേഷനുകളിലടക്കം 32ഓളം കേസുകൾ നിലവിലുണ്ട്. ഇവർക്കെതിരെ UAPAയും ചുമത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കീഴടങ്ങിയെങ്കിലും കേസുകൾ പിൻവലിക്കാനാവില്ലെന്ന് കേരള പോലീസ് അറിയിച്ചു. കാട്ടിലെ ഒളിജീവിതത്തിനിടെ മാവോയിസ്റ്റ് ഗറില്ല പ്രവർത്തകനായിരുന്ന കൃഷ്ണയെ ആന ചവിട്ടിക്കൊന്നത് തനിക്ക് വലിയ നിരാശയുണ്ടാക്കിയെന്ന് കന്യാകുമാരി പോലീസിനോട് പറഞ്ഞു. 2017 കുഞ്ഞു പിറന്നതോടെ കാട്ടിലെ ഒളിവ് ജീവിതം അസാധ്യമായി. ഉഷ എന്ന പേരിൽ ബംഗളൂരുവിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം. കേരളത്തിൽ മാവോയിസ്റ്റുകൾക്ക് സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണെന്ന് കന്യാകുമാരി പോലീസിനോട് പറഞ്ഞു. കേരളത്തിലെ സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഇവിടെ നിരവധി സംഘടനകളുണ്ട്. ട്രൈ ജംഗ്ഷനിലെ സോമനടക്കം മാവോയിസ്റ്റ് പ്രവർത്തകരോട് കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായിരുന്നതായി കന്യാകുമാരി പറഞ്ഞു. പ്രതിയുടെ കുറ്റസമ്മതം എന്തു തന്നെയായാലും തുടർ നടപടികൾ ഒഴിവാക്കാനാവില്ലെന്ന നിലപാടിലാണ് പോലീസ്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. 2013 ജലനിധിയുമായി കരാർ ഒപ്പിട്ട പുൽപ്പള്ളി പഞ്ചായത്ത് മുൻ ഭരണസമിതി 2 വർഷക്കാലം ചെലവഴിച്ചത് കരാറുകാരനെ കണ്ടെത്താൻ വേണ്ടി മാത്രമാണെന്നും ജലനിധിയുമായി ബന്ധപ്പെട്ട് വെറും 10% മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും പഞ്ചായത്ത് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ റോഡരികിൽ ട്രെഞ്ച് കീറി കുറെ പൈപ്പുകൾ മണ്ണിനടിയിൽ കുഴിച്ചിടുക മാത്രമാണ് ചെയ്തത്. കോടിക്കണക്കിന് രൂപയുടെ പൈപ്പുകളും ഫിറ്റിംഗുകളും വാങ്ങിക്കൂട്ടുന്നതിനാണ് മുൻ ഭരണസമിതി ശുഷ്കാന്തി കാണിച്ചതെന്നും ഭരണസമിതി കുറ്റപ്പെടുത്തി. ജലനിധിയെക്കുറിച്ച് മുൻ ഭരണസമിതി ഉന്നയിക്കുന്നത് വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളാണെന്നും ഭരണസമിതി നേതാക്കളായ ബിന്ദു പ്രകാശ്, KJ പോൾ, ഉണ്ണികൃഷ്ണൻ, PA മുഹമ്മദ്, സിന്ധു ബാബു എന്നിവർ പറഞ്ഞു. അവശേഷിച്ച ഭരണ കാലയളവിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലായിരുന്നു. പകരം സഹായ സംഘടനയെ കണ്ടെത്തുകയും പ്രവൃത്തി ഏറ്റെടുക്കുന്ന കരാറുകാരനെ കണ്ടെത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ് അവർ 2 വർഷക്കാലം സമയം ചെലവഴിച്ചിട്ടുള്ളത്. കൂടാതെ A4 എഗ്രിമെന്റ് വെച്ചതിന് ശേഷം കോടിക്കണക്കിന് രൂപയുടെ പൈപ്പുകളും ഫിറ്റിങ്ങുകളും വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിൽ ഉത്സാഹപൂർവ്വം അവരത് നിർവഹിക്കുകയും എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കരാറുകാരനെ കൊണ്ട് മെച്ചപ്പെട്ട നിലയിലുള്ള കുറേയേറെ പഞ്ചായത്ത് റോഡുകളുടെ സൈഡിലൂടെ ട്രെഞ്ച് കീറി കുറെ പൈപ്പുകൾ മണ്ണിനടിയിൽ ഇടുകയും മാത്രമാണ് മുൻ ഭരണസമിതി ചെയ്തിട്ടുള്ളത്. പുൽപ്പള്ളിയിലെ ജലനിധി പദ്ധതിയുടെ മൊത്തം പ്രവൃത്തിയുടെ 10% മാത്രമാണ് ഇത് എന്ന് ആർക്കും കാണാവുന്നതാണ്. ഈ നിലയിൽ കേവലം കരാറുകാരനെ കണ്ടെത്തുവാനും പൈപ്പുകൾ വാങ്ങുവാനും മാത്രമായ 2 വർഷക്കാലം നഷ്ടപ്പെടുത്തിയത് മുൻ ഭരണസമിതിയാണ്. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ആരംഭിക്കുമെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ് ബാബു പറഞ്ഞു. സമരപ്രഖ്യാപന കൺവെൻഷൻ ഈ മാസം 25-ന് എറണാകുളത്ത് നടക്കും. ആശുപത്രി ഉപരോധം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ സർക്കാർ നഴ്സുമാരോട് അങ്ങേയറ്റം വിവേചനപരമായിട്ടുള്ള ഒരു സമീപനമാണ് പുലർത്തുന്നത്. ഇത് ഗവൺമെന്റ് മാത്രമല്ല, ഇവിടുത്തെ ലേബർ കമ്മീഷൻ വളരെ പ്രതികൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടുത്തെ മിനിമം വേതന കമ്മിറ്റി നിശ്ചിത കാലയളവിൽ കൂടുന്നുണ്ടെങ്കിൽ കൂടി ഗവൺമെന്റും ലേബർ കമ്മീഷനും വേതന കമ്മിറ്റിയും കൂടി കേരളത്തിലെ 3 ലക്ഷത്തോളം വരുന്ന നേഴ്സുമാരുടെ ജീവിതം തന്നെ അപകടത്തിലും അതേപോലെ തന്നെ ആത്മഹത്യയിലേക്കും നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കേരളത്തിൽ സംഘപരിവാര സംഘടനകൾക്കുമേൽ CPM അക്രമം നടത്തുന്നുവെന്നാരോപിച്ച് മാർക്സിസ്റ്റ് അക്രമവിരുദ്ധ ജനകീയ സമിതി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സംഘപരിവാര പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രണം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. K. സദാനന്ദൻ, PG ആനന്ദ് കുമാർ, ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് സംവിധാനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏജന്റുകളായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ ജനമനസാക്ഷികളെ ഉണർത്തിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അധികാര കേന്ദ്രത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത്.
പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മാതമംഗലം സ്വദേശി ഗോവിന്ദനാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ മാതമംഗലത്തെ വീടിന് സമീപം വയലിൽ ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. മൃതദേഹം ബത്തേരി സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഭാര്യയും 3 ആൺമക്കളുമാണ് ഇദ്ദേഹത്തിനുള്ളത്. ജൂലൈ 1 കൃഷിവകുപ്പ് വിള ഇൻഷുറൻസ് ദിനമായി ആചരിക്കും. സംസ്ഥാനത്തെ മുഴുവൻ കർഷകരെയും വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാക്കുന്നതിനാണിത്. കൃഷിവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ കർഷകർക്ക് വിള ഇൻഷുറൻസ് പദ്ധതി അംഗത്വം നിർബന്ധമാക്കി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളുടെയും കാർഷിക വികസന സമിതികളുടെയും നേതൃത്വത്തിൽ ജൂലൈ 1 വിള ഇൻഷുറൻസ് ദിനമായി ആചരിക്കാനാണ് നിർദ്ദേശം. പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഇനി വിള ഇൻഷുറൻസിന്റെ പരിധിയിൽ വരും. തെങ്ങിന് 2 രൂപയാണ് വാർഷിക പ്രീമിയം. നഷ്ടപരിഹാര തുക 2000 രൂപ ലഭിക്കും. പാലെടുത്ത റബ്ബർ മരത്തിന് 3 രൂപയാണ് പ്രീമിയം. ഒരു മരം നശിച്ചാൽ 1000 രൂപ നഷ്ടപരിഹാരം കിട്ടും. വാഴയ്ക്ക് 3 രൂപയാണ് പ്രീമിയം. കുലച്ച ശേഷം വാഴ നശിച്ചാൽ നേന്ത്രന് 300 രൂപയും ഞാലിപ്പൂവിന് 200 രൂപയും മറ്റിനങ്ങൾക്ക് 75 രൂപയും ലഭിക്കും. കുലയ്ക്കാത്ത വാഴയ്ക്കും നഷ്ടപരിഹാരമുണ്ട്. 25 സെന്റ് സ്ഥലത്ത് നെൽകൃഷിക്ക് പ്രീമിയം 25 രൂപയാണ്. നട്ട് 15 ദിവസത്തിനും 45 ദിവസത്തിനും ഇടയിൽ ഇൻഷുർ ചെയ്യണം. 1.5 മാസത്തിനകം നെല്ല് നഷ്ടപ്പെട്ടാൽ 1500 രൂപയും 45 ദിവസത്തിന് ശേഷമാണെങ്കിൽ 3500 രൂപയും നഷ്ടപരിഹാരം ലഭിക്കും. കൃഷിഭവനിലാണ് വിള ഇൻഷുർ ചെയ്യാൻ അപേക്ഷ നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക് വയനാട് ന്യൂസ്. കേരള കർഷക സംഘം ബത്തേരി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ ഉദ്ഘാടനം ചെയ്തു. പ്രകാശ് ഗഗാറിൻ അധ്യക്ഷനായിരുന്നു. ബേബി വർഗീസ്, KN സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ കൈവശ കർഷകർക്കും പട്ടയം നൽകുക, വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷിക്കുക, കർഷക പെൻഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. മധ്യപ്രദേശിൽ വെടിയേറ്റ് മരിച്ച കർഷകരുടെ അനുസ്മരണം ജില്ലാ കർഷക രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ സ്മൃതി മണ്ഡപത്തിൽ പൂക്കൾ വെച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പരിപാടി ഡോക്ടർ സത്യാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. VK സദാനന്ദൻ അധ്യക്ഷനായിരുന്നു. PK ഭഗത്, CN മുകുന്ദൻ, ദേവസ്യ പുറ്റനാൽ, ഇമാമുദ്ദീൻ, KJ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ വയനാട്ടിലെ കർഷകർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ തന്നെയാണ്. ഏതാണ്? വിളകൾക്ക് ന്യായമായ വില നൽകണം, താങ്ങുവില നിശ്ചയിക്കണം, അതേപോലെ തങ്ങളുടെ കടങ്ങൾ എഴുതി തള്ളണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു 10,000-കണക്കിന് കർഷകർ പങ്കെടുത്ത പ്രക്ഷോഭണം മധ്യപ്രദേശിൽ കൊടുമ്പിരിക്കൊണ്ട്. മേപ്പാടി കുന്നമ്പറ്റ ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായെന്ന് പരാതി. ആഴ്ചയിൽ 1 ദിവസം പോലും ആരോഗ്യവകുപ്പിന്റെ സേവനം ഇവിടെ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. പ്രാഥമിക ചികിത്സയ്ക്ക് പോലും മേപ്പാടി CHC ആശ്രയിക്കേണ്ട ഗതികേടാണ് പ്രദേശത്തുകാർക്ക്. പതിറ്റാണ്ടുകളായി കുന്നമ്പറ്റ LP സ്കൂളിനു സമീപം പ്രവർത്തിക്കുന്ന ഹെൽത്ത് സെന്റർ ഇപ്പോൾ നോക്കുകുത്തിയാണ്. മുൻകാലങ്ങളിൽ ആഴ്ചയിൽ 3 ദിവസം വരെ ഇവിടെ ഡോക്ടർമാരുടെ സേവനം ലഭിച്ചിരുന്നു. പനി ഉൾപ്പെടെ രോഗങ്ങൾ മാരകമായി പടർന്നുപിടിക്കുന്ന സാഹചര്യവുമായിരുന്നിട്ടും ഡോക്ടർമാരടക്കം ആരോഗ്യവകുപ്പ് അധികൃതർ ഈ വഴി തിരിഞ്ഞു നോക്കുന്നില്ല. മൂപ്പൻകുന്ന് 8-ാം നമ്പർ വയൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ സാധാരണക്കാർക്കും ആദിവാസി കോളനി കുടുംബങ്ങൾക്കും പ്രയോജനപ്പെട്ടിരുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് ഇപ്പോൾ മിക്കവാറും നിലച്ചത്. വയസ്സായ വീട്ടിൽ അമ്മമാരുണ്ട്, പിന്നെ വല്യമ്മമാരുണ്ട്. അവർക്കൊക്കെ ഈ പ്രഷറും മറ്റ് BP കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ തന്നെ മേപ്പാടി പിന്നെ പഞ്ചായത്തിൽ പോകേണ്ട ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത സ്ഥിതിയാണ് കാണുന്നത്. രാത്രികാലങ്ങൾ ഇവിടം ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. രോഗികൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ എത്രയും പെട്ടെന്ന് PHC പ്രവർത്തനക്ഷമമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. മേപ്പാടി ചൂരൽമല റോഡ് വീതി കൂട്ടി നവീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. 8 മീറ്റർ വീതിയുള്ള റോഡിൽ ടാറിംഗ് 3 മീറ്റർ വീതിയിൽ മാത്രം. സൂചിപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള ഈ തിരക്കേറിയ 13 കിലോമീറ്റർ പാതയിൽ പരസ്പരം ഉരസാതെ വാഹനങ്ങൾക്ക് എതിർദിശയിലേക്ക് പോകാനാവില്ല.
സൂചിപ്പാറ വെള്ളച്ചാട്ടം കാണാനെത്തുന്ന ടൂറിസ്റ്റുകളുടെ നൂറുകണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങളാണ് മേപ്പാടി ചൂരൽമല റോഡിലൂടെ കടന്നുപോകുന്നത്. വീതി കുറവായതു കാരണം റോഡിൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നതും ഉരസുന്നതും പതിവാണ്. 13 കിലോമീറ്റർ റോഡിൽ 100-ൽ പരം വളവുകളും 40ഓളം കലുങ്കുകളും പാലങ്ങളുമുണ്ട്. വളവുകളിൽ പലതും അപകട സാധ്യതയുള്ളവയാണ്. മേപ്പാടി നിലമ്പൂർ മലയോര ഹൈവേയിൽ ഈ റോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സർവേ ഒഴികെ ഒരു മേൽനടപടികളും ഉണ്ടായിട്ടില്ല. വിനോദസഞ്ചാരികൾക്ക് സൗകര്യപ്രദമാകും വിധം റോഡിന്റെ വീതി കൂട്ടി നവീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. വീതി കുറവാണെങ്കിലും രണ്ട് സൈഡും അധികം കുഴികളാണ്. എത്രയും പെട്ടെന്നത് ക്ലിയറായി കിട്ടണമെന്നാണ് ഞങ്ങളെ ഓട്ടോ ഡ്രൈവർമാരുടെ. മലപ്പുറത്ത് നിന്ന് വന്നവരാണ്. ഈ റോഡ് സൂചിപ്പാറ വഴി വന്നാണ്, വയനാട്ടിലേക്ക് സൂചിപ്പാറ വഴി വന്നാണ്. അപ്പോൾ അവിടെ റോഡ് വീതി കമ്മിയാണ്, വീതി തീരെ ഇല്ല റോഡ്. അതുകൊണ്ട് ഫുള്ള് കട്ടറാണ്, ഞങ്ങളെ വണ്ടി തട്ടുമുട്ടുകയാണ്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. പോടാർ പ്ലാന്റേഷൻ ഓടത്തോട് ഡിവിഷനിലെ തൊഴിലാളി ഖദീജയുടെ വീട്ടുമുറ്റത്തെ കിണറിടിഞ്ഞു. 20 വർഷമായി ഉപയോഗിച്ചിരുന്ന കിണറാണ് ഇക്കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇടിഞ്ഞത്. 24 റിങ്ങുകളുള്ള 4 അടി വ്യാസത്തിലുള്ള കിണറാണിത്. 10 സെന്റിൽ താഴെ മാത്രം ഭൂമിയുടെ ഉടമയും തോട്ടം തൊഴിലാളിയുമായ ഖദീജ കിണർ പുനർനിർമ്മിക്കാൻ ബന്ധപ്പെട്ടവരുടെ കനിവ് തേടുകയാണ്. കുടിവെള്ളത്തിന് മറ്റു നിവൃത്തികളില്ലാത്ത ഇവരെ അധികൃതർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. 26 കൊല്ലം ഉപയോഗിച്ച കിണറാണ്. വെള്ളം എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് വെള്ളം കൊണ്ട് ബക്കറ്റും കൊണ്ടൊരു കയറലും ഇടിയലും ഒപ്പാണ്. അങ്ങനെ ഉണ്ട്. 7 മണിക്കാണ് രാവിലെ. സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്, ഓനാണ് വെള്ളം മുക്കിയത്. ഓനെ സഹായിച്ചാൻ വേണ്ടിയിട്ട് വെള്ളം മുക്കിയിട്ട് കയറലും ഇതുണ്ട്. ചീരാൽ വെണ്ടോൾ കോളനിയിലെ പരമൻ മരണത്തിലേക്ക് യാത്രയായി. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു തീരാത്ത വേദനകളിൽ നിന്നുള്ള വേർപെടൽ. ശരീരം തളർന്ന് വെറും നിലത്ത് ദേഹത്തെ വ്രണങ്ങളുടെ വേദന കടിച്ചമർത്തി പരമൻ മരണം കാത്തുകിടക്കുന്നതിനെക്കുറിച്ചും മുറിവിൽ പുരട്ടാൻ ഇത്തിരി മരുന്നുമായി ആരെങ്കിലും കുടിയിലേക്ക് വന്നെങ്കിലെന്ന് പരമന്റെ ഭാര്യ ശാന്ത പ്രാർത്ഥനയോടെ കഴിയുന്നതും വയനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സുമനസ്സുകൾ വാർത്ത കേട്ട് സഹായങ്ങളുമായി എത്തിയെങ്കിലും വേദനകൾക്ക് തൊടാനാവാത്ത ലോകത്തേക്ക് പരമൻ യാത്രയായി. വാർത്തയെ തുടർന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പുളിയമാക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റും പരമനെ സന്ദർശിച്ചു. പരുക്കൻ തറയിൽ സംസാരിക്കാനാവാതെ തളർന്നു കിടക്കുകയും ശരീരത്തിൽ വ്രണങ്ങൾ രൂപപ്പെടുകയും ചെയ്ത പരമന്റെ ദയനീയ ചിത്രം ആരുടെയും കരളലിയിപ്പിക്കുന്നതായിരുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പരമനെ ട്രൈബൽ വകുപ്പ് ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നു. രോഗാവസ്ഥയിൽ മാറ്റം കാണാത്തതിനാൽ വീട്ടിലെത്തിക്കുകയായിരുന്നു. ശരീരം പൊട്ടിയൊലിക്കുന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ട്രൈബൽ വകുപ്പ് പരമനെ വീണ്ടും ആശുപത്രിയിലെത്തിച്ചു. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഇന്നലെ 11 മണിയോടെയായിരുന്നു അന്ത്യം. എ.പി. ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. രാഷ്ട്രീയ തിമിരം ബാധിച്ച സർക്കാരും പ്രതിയോഗികളും ചേർന്ന് അക്രമങ്ങളുടെയും വിവാദങ്ങളുടെയും അഴിമതി കുംഭകോണത്തിന്റെയും ചേറ്റുകണ്ടമാക്കി സംസ്ഥാനത്തെ ചവിട്ടിക്കുഴയ്ക്കുമ്പോൾ സർവകാല റെക്കോർഡ് പിന്നിട്ട് അരിയുടെയും പച്ചക്കറികളുടെയും തീവില പാവപ്പെട്ടവന്റെ അടുപ്പിൽ മണ്ണിടുന്നത് ശ്രദ്ധിക്കാനാളില്ല. പനിയും പകർച്ചവ്യാധികളും ഒരു വശത്ത് സാധാരണക്കാരുടെ ജീവിതം പൊറുതിമുട്ടിക്കുമ്പോൾ GST നടപ്പാക്കും മുൻപ് വിപണിയിൽ ജനങ്ങളുടെ രക്തമൂറ്റി കുടിക്കാനുള്ള തത്രപ്പാടിലാണ് വ്യാപാര ലോബികൾ. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇടപെടേണ്ട ഭരണ നേതൃത്വം വൻ തലക്കെട്ടാവുന്ന പ്രസ്താവനകൾ കൊണ്ട് പാവപ്പെട്ടവരോട് വിശപ്പടക്കാൻ ഉപദേശിക്കുകയാണ്. നിശ്ചിത വരുമാനക്കാർക്കും ശമ്പളക്കാർക്കും നക്ഷത്ര ജീവിതം വാഗ്ദാനം ചെയ്യുന്ന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തേണ്ട വിലക്കയറ്റം ഉൾപ്പെടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല. ഓണത്തിന് ഒരു മുറം പച്ചക്കറിക്ക് ഇപ്പോൾ തീവില കൊടുത്ത് പച്ചക്കറി വാങ്ങട്ടെ എന്ന മട്ടാണ് നടപ്പാക്കുന്നത്. സർക്കാർ അനുകൂല സർവീസ് സംഘടനകളും സാംസ്കാരിക വായാടികളും ചേർന്നുണ്ടാക്കുന്ന കൃത്രിമ സുഭിക്ഷത മാധ്യമങ്ങളിൽ അരങ്ങു തകർക്കുമ്പോൾ പൊതുവിപണിയിൽ ഇടനിലക്കാരും ഇതര സംസ്ഥാന മൊത്തവിതരണ ലോബികളും ചേർന്ന് കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിക്കുകയാണ്. അരിവില കിലോയ്ക്ക് ഒരാഴ്ചയ്ക്കിടെ 5 രൂപ വരെ വീണ്ടും വർദ്ധിച്ചു. ചെറിയ ഉള്ളി അടക്കം പച്ചക്കറികളുടെ വിലയും റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. വിലക്കയറ്റം തടയുന്നതിനും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും പിടികൂടുന്നതിനും ഒരു റെയ്ഡ് പോലും എങ്ങും നടക്കുന്നില്ല. ബ്രാൻഡഡ് മട്ട അരിക്ക് 51 മുതൽ 55 രൂപ വരെയാണ് വില. 2 മാസം മുമ്പ് അരിവില 50 രൂപ വരെ ഉയർന്നപ്പോൾ കേട്ട കോലാഹലങ്ങളൊന്നും ഇപ്പോഴില്ല. ജയാരിയുടെ വില 40-ൽ നിന്ന് 45 രൂപയായി. സുലേഖ അരിക്ക് വില 41-ൽ നിന്ന് 43 രൂപയായി. 22 രൂപയ്ക്ക് കിട്ടിയിരുന്ന പച്ചരിക്ക് ഇപ്പോൾ 25 രൂപ നൽകണം. 4 മാസം മുമ്പ് 20 രൂപയ്ക്ക് കിട്ടിയിരുന്ന ചെറിയ ഉള്ളിക്ക് വില 130 രൂപയായി.
ചെറിയ ഉള്ളി കൃഷിക്കാർ ബീൻസ്, തക്കാളി കൃഷിയിലേക്ക് തിരിഞ്ഞതും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഉള്ളി ലഭ്യതയെ ബാധിച്ചതെന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ജൂണിൽ 67 രൂപയായിരുന്ന വൻപയറിന് ഇപ്പോൾ 78 രൂപയാണ്. 86 രൂപയിൽ നിന്ന് കറിക്കടല വില 100 രൂപയായി. വെളിച്ചെണ്ണ വില 95-ൽ നിന്ന് ഈ ജൂണിൽ 147ആയി. 39-ൽ നിന്ന് പഞ്ചസാര വില 45 രൂപയായി. പുളിക്ക് 118, ജീരകം 290, ചേന 59, പച്ചക്കപ്പ 27, ക്യാരറ്റ് 80, ബീട്രൂട്ട് 46, കുമ്പളങ്ങ 27 എന്നിങ്ങനെയാണ് ഇപ്പോൾ വിപണി വില. ചരക്കു സേവന നികുതി നടപ്പാക്കുമ്പോൾ ഉപയോക്താവിന് കിട്ടേണ്ട വിലയാനുകൂല്യം നഷ്ടപ്പെടുത്തുന്ന വൻ അട്ടിമറി ഇക്കണോമിക്സാണ് അരങ്ങേറുന്നത്. ഏറ്റവും താഴെത്തട്ടിൽ ജീവിതങ്ങൾ ഞെരിഞ്ഞു തകരുന്നതിൽ സഹതിപ്പിക്കാൻ പോലും ആരുമില്ല. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. പെരിക്കല്ലൂരിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് നിർത്തലാക്കിയത് മദ്യമയക്കുമരുന്ന് ലോബിയെ സഹായിക്കാനെന്ന് പെരിക്കല്ലൂരിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് നിർത്തലാക്കിയത് മദ്യമയക്കുമരുന്ന് ലോബിയെ സഹായിക്കാനെന്ന് യൂത്ത് കോൺഗ്രസ്. UDF ഭരണകാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് അതിർത്തി പ്രദേശമായ പെരിക്കല്ലൂർ കടവ് പ്രദേശത്തെ മദ്യമയക്കുമരുന്ന് ലോബികളെ അമർച്ച ചെയ്യുന്നതിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എയ്ഡ് പോസ്റ്റ് അനുവദിച്ചത്. 2 പോലീസുകാരെയും 2 ഹോംഗാർഡുകളെയും വാഹനവും അനുവദിച്ചിരുന്നു. 1 വർഷത്തെ കെട്ടിട വാടകയും നാട്ടുകാർ പിരിച്ചു നൽകിയാണ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ ഭരണം മാറിയതോടെ LDF സർക്കാർ ഒരു മുന്നറിയിപ്പുമില്ലാതെ എയ്ഡ് പോസ്റ്റ് നിർത്തലാക്കി. മദ്യമയക്കുമരുന്ന് ലോബികളുമായുള്ള ഈ സർക്കാരിന്റെ ബന്ധമാണ് തെളിയിക്കുന്നതെന്നാണ് ആരോപണം. എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്ന കാലങ്ങളിൽ പ്രദേശത്തെ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം അമർച്ച ചെയ്യാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും പ്രദേശത്ത് ഗുണ്ടാവിളയാട്ടവും മയക്കുമരുന്ന് വിൽപ്പനയും വർദ്ധിച്ചിരിക്കുകയാണ്. അടച്ചുപൂട്ടിയ എയ്ഡ് പോസ്റ്റ് വീണ്ടും തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 16-ന് മുള്ളംകൊല്ലി മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടി ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു. 2 പോലീസുകാരെയും ഒരു വാഹനമടക്കമുള്ള സംവിധാനം കൊണ്ട് ഏർപ്പെടുത്തി 1 വർഷത്തോളം കാലം നാട്ടുകാർ സ്വന്തം രീതിയിൽ പിരിവിട്ട് അതിൻ്റെ വാടകയടച്ചു. അതുകൊണ്ട് ആ പ്രദേശത്ത് സമാധാന അന്തരീക്ഷം നിലനിന്നിരുന്നു. മദ്യമയക്കുമരുന്ന് ലോബികളെ ഒരു പരിധിവരെ അമർച്ച ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന LDF ഗവൺമെൻറ് യാതൊരു മുന്നറിയിപ്പുമില്ലാണ്ട് ആ പോലീസ് ഔട്ട് പോസ്റ്റ് അവിടെ നിർത്തലാക്കിയിരിക്കുക. ശക്തമായി പറയുകയാണ്, ഈ പോലീസ് ഔട്ട് പോസ്റ്റ് നിർത്തലാക്കിയതിനെതിരെ ഇവിടുത്തെ വിഭജന പ്രക്ഷോഭം ഉണ്ടാവും. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മുള്ളംകൊല്ലി മണ്ഡലം കമ്മിറ്റി മുന്നിൽ നിന്നുകൊണ്ട് ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കും. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. രക്തദാന ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാനന്തവാടി നഗരസഭാധ്യക്ഷൻ VR പ്രവീജ് നിർവഹിച്ചു. 5000 രക്തദാതാക്കളുടെ പേരും ഫോൺ നമ്പറും ഉൾപ്പെടുത്തി മാനന്തവാടി ബ്ലഡ് ഡോണേഴ്സ് ഫോറം തയ്യാറാക്കിയ രക്തഗ്രൂപ്പ് ഡയറക്ടറി JSP B ജയദേവ് പ്രകാശനം ചെയ്തു. ഫോറം പ്രസിഡന്റ് MP ശശികുമാർ ആദ്യപ്രതി ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ A ദേവകി അധ്യക്ഷത വഹിച്ചു. കൂടുതൽ തവണ രക്തം ദാനം ചെയ്തവരെ മാനന്തവാടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കടവത്ത് മുഹമ്മദ് ബഷീറും സർവീസിൽ നിന്ന് വിരമിച്ച ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP സുരേഷിനെ ജനമൈത്രി CPO ബഷീറും ആദരിച്ചു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ B അഭിലാഷ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ K സന്തോഷ് എന്നിവർ ക്ലാസ് എടുത്തു. മാനന്തവാടി ബ്ലഡ് ഡോണേഴ്സ് ഫോറം, ജനമൈത്രി പോലീസ്, മാനന്തവാടി പ്രസ് ഫോറം, വികാസ് പീഡിയ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ നിരവധി സന്നദ്ധ പ്രവർത്തകർ രക്തം ദാനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ രക്തനിർണയ നടത്തിയ ഡോക്ടറുടെ അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനാചരണത്തിന്റെ പ്രത്യേകത. കാസ്റ്റേൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഡോക്ടറുടെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം നമ്മൾ ലോകത്ത് ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വളരെ ശ്രമഫലമായിട്ടാണ് ഈ രക്തനിർണയം നടത്തുകയും അതിനുശേഷം നമുക്കറിയാം നമ്മുടെ. വയനാട് ന്യൂസ്, മാനന്തവാടി. കർഷക പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കർഷക വയോജനവേദി കളക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഹരിതസേന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PD പ്രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. M സുരേന്ദ്രൻ, CU ചാക്കോ, ജോസ് പുന്നക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് 60-70 വയസ്സുള്ള കർഷകന്റെ ആ കാർഷികണം ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു ശാരീരികശേഷമാണ് നമുക്കുള്ളത്. ആ കാർഷികങ്ങൾ പരിപൂർണമായി എഴുത്തോളം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഇവിടുത്തെ ഗവൺമെന്റ് ജീവനക്കാരെ 55 വയസ്സ് റിട്ടയർ ആകുമ്പോൾ അവർക്ക് പെൻഷൻ അനുവദിക്കുമ്പോൾ ഒരു പാവപ്പെട്ട കർഷകന് അവന് 10-60 വർഷം അധ്വാനിച്ചതിന് ശേഷമാണ് അവന് നക്കാപ്പിച്ചായി 600 രൂപ കൊടുക്കുന്നത്.
വയോജനങ്ങൾക്ക് ഒരു തണൽ പദ്ധതിയുടെ ഭാഗമായി ഹോമിയോ വകുപ്പ് ജില്ലാതല മെഡിക്കൽ ക്യാമ്പ് ചീരാൽ മുരിക്കലാടി കോളനിയിൽ സംഘടിപ്പിച്ചു. സഞ്ചരിക്കുന്ന ഹോമിയോ ക്ലിനിക്കിൽ വൈദ്യസഹായവും തുടർ ചികിത്സയും നൽകും. ഹോമിയോ വകുപ്പിന്റെ പദ്ധതികളായ സീതാലയം, സദ്ഗമയ, വന്ധ്യത നിവാരണ ക്ലിനിക്ക്, ലഹരി വിമുക്ത ക്ലിനിക്, വയോജന ക്ലിനിക്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക് എന്നിവയുടെ സേവനം മൊബൈൽ ക്ലിനിക്കിൽ ലഭ്യമാക്കിയിരുന്നു. മുരിക്കലാട് കോളനിയിൽ മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ സിത്താര നേതൃത്വം നൽകി. നബാർഡിന്റെ സഹകരണത്തോടെ ശ്രേയസ് ജലസംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ജലസംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചീരാൽ സാംസ്കാരിക നിലയത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരള ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. നബാർഡ് ട്രെയിനർ സ്കറിയ ക്ലാസ് എടുത്തു. മല്ലിക സോമശേഖരൻ, PM കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. ചെതലയം പുകലമാളം 3 സെന്റ് കോളനിയിലെ നിർധന കുടുംബങ്ങൾക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റംസാൻ പ്രമാണിച്ച് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് കൌൺസിലർ കണ്ണിയൻ അഹമ്മദ് കുട്ടി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 1500 രൂപ വില വരുന്ന അരിയും പലവ്യഞ്ജനങ്ങളും അടങ്ങിയ കിറ്റാണ് 10ഓളം കുടുംബങ്ങൾക്ക് നൽകിയത്. റംസാൻ പ്രമാണിച്ച് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കിറ്റ് വിതരണം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബത്തേരി ഷോറൂം മാനേജർ അബ്ദുൽ നാസർ ടിയും മലബാർ ഗോൾഡ് സ്റ്റാഫും ചടങ്ങിൽ സംബന്ധിച്ചു. വളരെ പാവങ്ങളെ സെലക്ട് ചെയ്തെടുത്ത് അവർക്ക് ഈ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഈ കോളനിയിൽ പച്ചപാവങ്ങളായ കുടുംബങ്ങളാണുള്ളത്. അവരെ സെലക്ട് ചെയ്തെടുക്കുകയും അവർക്ക് അവരുടെ വീടുകളിൽ മലബാർ ഗോൾഡിൻ്റെ കിറ്റ് എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് മറ്റ് സ്ഥാപനങ്ങൾക്കും വളരെ മാതൃകയാക്കാവുന്നതാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. ബത്തേരി ഫെയർലാൻഡിൽ PP അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. ഉമർ ഫൈസി അധ്യക്ഷനായിരുന്നു. റിലീഫ് കിറ്റ് വിതരണ ഉദ്ഘാടനം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MD അബ്ദുൽ നാസർ നിർവഹിച്ചു. T മുഹമ്മദ്, അബ്ദുള്ള മാടക്കര, മുഹമ്മദ്, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. KK അബ്രഹാം അധ്യക്ഷനായിരുന്നു. ടോമി തേക്കുമല, VN പൌലോസ്, NU ലഹനാൻ, രമാദേവി, CV വേലായുധൻ, PR മണി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെമന്റോകളും വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. കർഷകരുടെ മക്കൾ ഉന്നത വിജയം നേടി നല്ല ശാസ്ത്രജ്ഞന്മാരായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ നമ്മുടെ ജില്ലയ്ക്ക് ആവശ്യമായ വിത്തും വളവും തൈയും ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. KSRTCയിൽ പുതിയ ഡ്യൂട്ടി പാറ്റേൺ ഇന്ന് അർദ്ധരാത്രി മുതൽ. TDFന്റെ സ്റ്റേ അഭ്യർത്ഥന ഹൈക്കോടതി തള്ളി. ഇൻഫർമേഷൻ സെന്ററുകൾ KSRTC നിർത്തലാക്കുന്നു. ശമ്പളവും പെൻഷനും മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് TDF പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. വയനാട്ടിൽ 2 വൻകിട എസ്റ്റേറ്റുകളുടെ അനധികൃത കൈവശ ഭൂമി വനംവകുപ്പ് പിടിച്ചെടുത്തു. പിടിച്ചെടുത്തത് ഇരുളം പാമ്പ്ര എസ്റ്റേറ്റ്, മേപ്പാടി പോളാർ പ്ലാന്റേഷനുകൾ കൈവശം വെച്ച ഭൂമി. മാനന്തവാടി പയ്യമ്പള്ളിയിൽ കാനറ ബാങ്ക് ATMൽ കവർച്ചാശ്രമം. പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ബാങ്ക് അധികൃതർ. ബത്തേരിയിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് മാതമംഗലത്തെ ഗോവിന്ദൻ. കൃഷിവകുപ്പിന്റെ ആനുകൂല്യങ്ങൾ ഇനി വിള ഇൻഷുറൻസ് പദ്ധതി അംഗങ്ങൾക്ക് മാത്രം. ജൂലൈ 1 വിള ഇൻഷുറൻസ് ദിനം. മേപ്പാടി കുന്നമ്പറ്റ ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ താവളം. അവശ്യ സാധനങ്ങൾക്ക് തീവില നിയന്ത്രിക്കാൻ നടപടികളില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.